അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തു നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 63-ാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ നമ്മൾ ബദറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് യുദ്ധാനന്തരമുള്ള യുദ്ധാർജിത സമ്പത്ത് അല്ലെങ്കിൽ ഗനീമത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു നമ്മൾ അവസാനമായിട്ട് സംസാരിച്ചത്. ഇനി ഇതിൽ അവശേഷിക്കുന്നത് യുദ്ധത്തടവുകാരായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ബദറിൻ്റെ യുദ്ധാനന്തരം ഈ ഒരു പോയിന്റിൽ ആദ്യമായിട്ടല്ല മുസ്ലിങ്ങൾക്ക് യുദ്ധത്തടവുകാരെ ലഭിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിച്ച യുദ്ധത്തടവുകാർ ബദറിന് തൊട്ടുമുമ്പ് അരങ്ങേറിയ സരിയത്തു നഖ്ല, ആ നഖ്ല സംഭവം അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ദൗത്യത്തിൽ നേരത്തെ തന്നെ മുസ്ലിങ്ങൾക്ക് 2 യുദ്ധത്തടവുകാരെ ലഭിച്ചിരുന്നു. അവരുടെ പേരുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും: ഹക്കം ഇബ്നു കൈസാൻ, അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അബ്ദില്ല. അപ്പോൾ ചിന്തിച്ച് നോക്കുക, 10-13 വർഷത്തെ ആ മക്കയിലുണ്ടായ കഠിന പീഡനത്തിന് ശേഷം, ആ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ലഭിച്ച 2 വ്യക്തികളാണ്. ആ കൈപ്പേറിയ അനുഭവങ്ങൾക്കുള്ള മുഴുവൻ പ്രതികാരം ഈ 2 ആളുകളുടെ മീതെ മുസ്ലിങ്ങൾ തീർത്തോ? എന്തായിരുന്നു അവർക്ക് സംഭവിച്ചത്? നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ആദ്യമായിട്ട് ലഭിച്ച ഈ 2 യുദ്ധത്തടവുകാരോട് അങ്ങേയറ്റം സ്നേഹത്തോട് അല്ലെങ്കിൽ ആദരവോടു കൂടിയാണ് മുസ്ലിങ്ങൾ പെരുമാറിയത്. അതിൽ ആദ്യത്തെ വ്യക്തി ഹക്കം ഇബ്നു കൈസാൻ. അദ്ദേഹം മുസ്ലിങ്ങളുടെ ആ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ സമീപനത്തിന് ആകൃഷ്ടനായിട്ട് പിന്നീട് മദീനയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി മാറി. ഹിജ്റ 4-ാം വർഷം അരങ്ങേറുന്ന ബിഅർ മഅൂന സംഭവത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായിട്ട് അല്ലെങ്കിൽ ഷഹീദായിട്ടാണ് മരണപ്പെടുന്നത്. ഹക്കം ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ 2-ാമത്തെ വ്യക്തി ഉസ്മാൻ ഇബ്നു അബ്ദില്ല. അദ്ദേഹം പിന്നീട് മോചിപ്പിക്കപ്പെട്ട് അദ്ദേഹം മക്കയിലേക്ക് പോയി അവിടെ വെച്ച് അവിശ്വാസിയായിട്ട് അദ്ദേഹം നോർമലായിട്ട് പിന്നീട് മരണപ്പെടുന്ന ആ ഒരു ചരിത്രമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ലഭിച്ച 2 യുദ്ധത്തടവുകാരുടെ കാര്യത്തിൽ സംഭവിച്ചത്. അതുതന്നെയാണ് ഇനിയും അതിൻ്റെ ആവർത്തനങ്ങളാണ് മുന്നോട്ടുള്ള ചരിത്രത്തിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ബദറിലേക്ക് വരികയാണെങ്കിൽ, ബദറിൽ 70ഓളം യുദ്ധത്തടവുകാരെ ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പല ആളുകളും അവരുടെ അടുത്ത ബന്ധുക്കൾ, അവരുടെ പിതൃവ്യന്മാർ അല്ലെങ്കിൽ പിതാക്കളും മക്കളായിട്ടുള്ള ആളുകളാണ് മുസ്ലിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ നേരത്തെ യുദ്ധക്കളത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം അമ്മാവനെ വധിച്ചതും, അതേപോലെ തന്നെ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രവും, അതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദിലയുടെ അവസാനത്തെ വചനം 22-ാമത്തെ ആയത്ത് അവതരിച്ച ആ ഒരു പശ്ചാത്തലമെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ആ രക്തബന്ധത്തേക്കാൾ മുസ്ലിങ്ങൾ ആദർശബന്ധത്തിനായിരുന്നു അവർ വില കൽപ്പിച്ചത്. അത് നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധാനന്തരം മനോഹരമായിട്ടുള്ളൊരു സംഭവം. യുദ്ധാനന്തരം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അതിസമ്പന്നനായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ച് മക്കയിൽ വെച്ച് ഇസ്ലാമിന് വേണ്ടി എല്ലാം ത്യജിച്ച വ്യക്തിയായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരൻ അബ്ദുൽ അസീസ് ഇബ്നു ഉമൈർ, അദ്ദേഹം ഈ ഒരു പോയിന്റിൽ അവിശ്വാസിയാണ്. ഖുറൈശികളോടൊപ്പം മുസ്ലിങ്ങളായിട്ട് യുദ്ധത്തിന് വന്നതാണ്. അങ്ങനെ യുദ്ധക്കളത്തിൽ വെച്ച് അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി അദ്ദേഹത്തെ യുദ്ധത്തടവുകാരനായിട്ട് പിടിക്കുകയാണ്. അങ്ങനെ യുദ്ധാനന്തരം തൻ്റെ സഹോദരനെ ബന്ധിക്കുന്ന ഒരു കാഴ്ച മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു അൻസാരിയോട് പറഞ്ഞു, അവനെ നന്നായിട്ട് കെട്ടിക്കോ, അവൻ്റെ ഉമ്മ വലിയൊരു പണക്കാരിയാണ്, നല്ലൊരു മോചനദ്രവ്യം തരാൻ കഴിയുന്ന ഒരു കുടുംബമാണ് അവൻ്റേത്. ആ രൂപത്തിലെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ ഈ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചോദിച്ചു, ഓ മുസ്അബ്, ഈ രൂപത്തിലാണോ നീ സംസാരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാൻ നിൻ്റെ സഹോദരനല്ലേ? ആ സന്ദർഭത്തിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മറുപടിയായിട്ട് പറഞ്ഞു, നീ അല്ല എൻ്റെ സഹോദരൻ, മറിച്ച് ഈ അൻസാറുകളിൽപ്പെട്ട ഈ സ്വഹാബിയാണ് എൻ്റെ സഹോദരൻ. അതായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി. അവർ രക്തബന്ധത്തേക്കാൾ അവർ ആദർശബന്ധത്തിനായിരുന്നു അവർ വില കൽപ്പിച്ചത്. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു സഹോദരൻ അബ്ദുൽ അസീസ് ഇബ്നു ഉമൈർ, അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിലേക്ക് പിന്നീട് നമ്മൾ മടങ്ങി വരും. അങ്ങനെ ആ യുദ്ധാനന്തരം 3 ദിവസത്തോളം അവരവിടെ തങ്ങി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും ആ 70ഓളം യുദ്ധത്തടവുകാരായിട്ട് അവർ ബദറിൽ നിന്നും മദീനയിലേക്ക് അവർ തിരിച്ച് യാത്രയാവാണ്. അങ്ങനെ തിരിച്ചുള്ള ആ യാത്ര വഴിയിൽ വെച്ച് ആ 70-ൽപ്പെട്ട 2 ആളുകളുടെ വധശിക്ഷ അവർ നടപ്പിലാക്കുന്നുണ്ട്. ന്യായമായിട്ടുള്ള കാരണം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. 1-ാമത്തെ വ്യക്തി നളർ ബിൻ ഹാരിസാണ്. നളർ ബിൻ ഹാരിസ് മക്കിയ കാലഘട്ടത്തെ ഞാൻ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങളുടെ കഠിന ശത്രുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കി കാലഘട്ടത്തിൽ ഉടനീളം ദ്രോഹിച്ച വ്യക്തിയാണ്.
മക്കി കാലഘട്ടത്തിൽ റസൂലുള്ളാഹി പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ നിരന്തരം റസൂലുള്ളാഹിൻ്റെ പിറകെ നടന്ന ആ പ്രബോധനം തടസ്സപ്പെടുത്താൻ വേണ്ടി ഇയാൾ ശ്രമിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിലെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൂറത്തുൽ അൻഫാലിൻ്റെ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഫർ ചെയ്യുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചാണ്. തഫ്സീറുകൾ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം ഇയാൾ പിറകെ നടന്ന് ഇതെല്ലാം കെട്ടുകഥയാണ്, ഇതെല്ലാം കെട്ടുകഥയാണ്, ഇതിനേക്കാൾ നല്ല കഥ ഞാൻ പറഞ്ഞു തരാമെന്നെല്ലാം പറഞ്ഞ് അയാൾ നിരവധി കഥകൾ പറഞ്ഞ് ആ സദസ്സിൻ്റെ ശ്രദ്ധ തെറ്റിക്കുമായിരുന്നു. കാരണം ഈ വ്യക്തി പേർഷ്യയിലെല്ലാം സഞ്ചരിച്ച് പേർഷ്യൻ കഥകളെ സംബന്ധിച്ചെല്ലാം നന്നായി പഠിച്ച് നന്നായി കഥ പറയാനുള്ള കഴിവ് ഈ വ്യക്തിക്കുണ്ടായിരുന്നു. ഈ രൂപത്തിൽ റസൂലുള്ളാഹിൻ്റെ പിറകെ നടന്ന അയാൾ ശല്യം ചെയ്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലെ 31-ാമത്തെ വചനത്തിൽ ഇദാ തുത്ല അലൈഹിം ആയാതുന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വചനങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ പറയും ഇൻഹാദ ഇല്ല അസ്വാതിറുൽ അവ്വലീൻ, ഇതെല്ലാം പൂർവികരുടെ കെട്ടുകഥയാണെന്ന് ചില ആളുകൾ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമാനമായിട്ട് സൂറത്തുൽ ഫുർഖാൻ്റെ ആരംഭത്തിലും 5-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കാര്യം അവിടെ ആവർത്തിക്കുന്നുണ്ട്, അസ്വാതിറുൽ അവ്വലീൻ. അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരോക്ഷമായിട്ട് റെഫർ ചെയ്യുന്നത് ഈ നളർ ബിൻ ഹാരിസിനെ സംബന്ധിച്ചാണ്. അപ്പം നിരന്തരം പിറകെ നടന്ന് ശല്യം ചെയ്തു. അതുമാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ ബദറിൽ ശത്രു സൈന്യത്തിൻ്റെ പതാകവാഹകനായിരുന്നു ഈ വ്യക്തി. അപ്പം അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കൽപ്പന നൽകുകയാണ്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ വധശിക്ഷ നടപ്പിലാക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തി ഉഖ്ബ ഇബ്നു അബീ മുഈത്ത്. ഇയാളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. മക്കി കാലഘട്ടത്തിലുടനീളം ക്രൂരമായിട്ടുള്ള നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത വ്യക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ ശരീരത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല ചാർത്തി, അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ കഴുത്തിൽ മുണ്ടിട്ട് വധിക്കാനുള്ള ശ്രമം, ഇതേ രൂപത്തിലുള്ള നീച പ്രവൃത്തികളാണ് മക്കി കാലഘട്ടത്തിലുടനീളം അദ്ദേഹം ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു സന്ദർഭത്തിൽ മക്കി കാലഘട്ടത്തിൽ ഒരു പോയിന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബയോട് പറയുന്നുണ്ട്, ഉഖ്ബ, മക്കൾക്ക് പുറത്ത് നിന്നെ ഞാൻ കാണുന്ന ദിവസം, അന്നത്തെ ദിവസം ഞാൻ നിന്നെ വകവരുത്തും. റസൂലുള്ളാഹിൻ്റെ ഒരു പ്രവചനമാണ്. ഈ ഒരു സന്ദർഭത്തിൽ ബദറിൽ യുദ്ധത്തടവുകാരുടെ കൂട്ടത്തിൽ ഉഖ്ബ ഇബ്നു അബീ മുഈത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്നോണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് അയാളുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ഇപ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. ബാക്കിയുള്ള സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ആ മദീന ലക്ഷ്യമാക്കി അവർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ശേഷം 3 ദിവസം അവിടെ തങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ആ യുദ്ധത്തിൻ്റെ വിജയവാർത്ത അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി 2 പേരെ നേരത്തെ തന്നെ പറഞ്ഞയച്ചിരുന്നു. കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. അവർ മുന്നിൽ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഏകദേശം മദീനയിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും എത്തുന്നതിന് മുമ്പ് തന്നെ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരും അതേപോലെ തന്നെ അകം കൊണ്ട് ശത്രുത വെച്ച് പുലർത്തി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൻ്റെ അനുയായികളെല്ലാം നിരവധി കളവുകളും മോഹങ്ങളെല്ലാം അവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവർ പ്രധാനമായിട്ട് അവർ പറഞ്ഞത് ബദറിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അവരുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിലുള്ള കളവുകളും തെറ്റിദ്ധാരണകളെല്ലാം അത്തരത്തിലുള്ള കിംവദന്തികളെല്ലാം അവർ സമൂഹത്തിൽ പടർത്താൻ തുടങ്ങി. അത് കേട്ട സന്ദർഭത്തിൽ മദീനയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അങ്ങേയറ്റം ഭീതിയിലാണ്, അവരാശങ്കയിലാണ്. ഈ പറയുന്നതെല്ലാം ശരിയാണോ? ആ രൂപത്തിൽ അവരങ്ങേയറ്റം ആശങ്കയിൽ അകപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഈ 2 ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത്, ആ ഖസ്വ ഒരു ഒട്ടകപ്പുറത്താണ് സെയ്ദ് റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒട്ടകം കണ്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികൾ, നേരത്തെ സന്തോഷിച്ച ആളുകളെല്ലാം അവർ മനസ്സിൽ ഉറപ്പിച്ചു, നമ്മൾ പറയുന്നത് പോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരിക്കണം, അതുകൊണ്ടാണല്ലോ ആ ഒട്ടകപ്പുറത്ത് വരുന്നത്. ആ രൂപത്തിൽ അവർ ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഈ 2 ആളുകൾ മദീനയിലേക്ക് വന്ന് ഉറക്കെ അവർ മുസ്ലിങ്ങളുടെ ബദറിലുള്ള ആ വിജയ വാർത്ത അവർ ഉറക്കെ വിളംബരം ചെയ്തു. അത് കേട്ടതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികൾ അങ്ങേയറ്റം നിരാശരായി. അതേ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഒന്നടങ്കം അവർ ആ വിജയത്തിൻ്റെ അവർ ആ തക്ബീർ മുഴക്കുകയാണ്. തക്ബീർ മുഴക്കി ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ സ്വീകരിക്കാൻ വേണ്ടി അവർ ആ മദീനയുടെ വഴിയിലേക്ക് നിരവധി ആളുകൾ ആ ഭാഗത്തേക്ക് അവർ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി അവർ പുറപ്പെടുകയാണ്. അത്യധികം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് മദീനയിൽ. പക്ഷേ ആ ഒരു സന്ദർഭത്തിലും ഒരു വലിയ ദുഃഖം അവർക്കുണ്ടായിരുന്നു. ആ ദുഃഖം എന്താണെന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി
റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഖബറടക്കി മണ്ണ് നിരത്തുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ആ വിജയവാർത്ത ഞങ്ങളെ തേടിയെത്തിയത്. അതായത് അവർ ഖബറിസ്ഥാനിൽ ഖബറടക്കി ആ മണ്ണിങ്ങനെ നിരത്തുന്ന സന്ദർഭത്തിലാണ് ഈ രണ്ടാളുകൾ ആ വിജയവാർത്തയുമായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടി പുറപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ മകള് റുഖയ്യ റളിയല്ലാഹു അൻഹ തീവ്ര രോഗാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തോടൊപ്പം പങ്കെടുക്കാൻ വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അതിൽ നിന്നും വിലക്കി മദീനയിൽ അവിടെ തന്നെ നിന്ന് ഭാര്യയെ പരിചരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുവശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അവർ ബദറിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മദീനയോട് അടുക്കാനായി. അപ്പോൾ അവർ മദീനയോട് അടുത്ത് ആ റൗഹ എന്നുള്ള പ്രദേശത്ത് എത്തിയ സന്ദർഭത്തിൽ നേരത്തെ ഈ വിജയവാർത്ത കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി മദീനയിൽ നിന്നൊരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവർ ആ പുറപ്പെട്ട ആ സംഘം റൗഹായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ജേതാക്കളായി തിരിച്ചു വരുന്ന റസൂലുള്ളാഹിനെയും സംഘത്തെയും അത്യാവേശത്തോടു കൂടെ തെക്ബീർ മുഴക്കി അവർ സ്വീകരിക്കുകയാണ്. അങ്ങനെ അവർ സ്വീകരിച്ചതിന് ശേഷം ആ സ്വീകരിക്കാനെത്തിയ മദീനയിൽ നിന്ന് എത്തിയ സംഘത്തിലുണ്ടായിരുന്ന ഒരു സ്വഹാബി, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു സ്വഹാബിയാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആകാശലോകത്ത് നിന്ന് നിരവധി വിളക്കുകൾ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ട് അദ്ദേഹം ഭയന്ന് റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അത് റഹ്മത്തിൻ്റെ മലക്കുകളാണ്, അത് താങ്കളുടെ പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി വന്നതാണെന്ന് റസൂലുള്ളാഹി മറുപടി പറഞ്ഞ ആ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സംഘത്തിൽ നിന്ന് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അദ്ഫറക വഅഖറ ഐനക. ഓ പ്രവാചകർ, താങ്കൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന രൂപത്തിലുള്ള ഒരു വിജയം നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവ്വസ്തുതിയും. ആദ്യം അള്ളാഹിനെ സ്തുതിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹി വല്ലാഹി, ഓ പ്രവാചകരെ, അള്ളാഹു ആണ്, നിങ്ങൾ ശത്രുക്കളായിട്ട് ഏറ്റുമുട്ടാനല്ല, മറിച്ച് ആ കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പോകുകയാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊക്കെ കൂടെ പോരാതിരുന്നത്. ഞങ്ങളിവിടെ അവശേഷിക്കാനുള്ള കാരണം അതാണ്. നിങ്ങൾ യുദ്ധത്തിനാണ് പോകുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിൽ ഒരാളും ഇവിടെ അവശേഷിക്കുമായിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ആ ഒരു വിഷമം അവിടെ പങ്കുവെക്കുകയാണ്. കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ആ ബദറിൽ പങ്കെടുക്കാത്തതിൽ വലിയൊരു വിഷമം നിരവധി ആളുകൾക്കുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അടുത്ത സന്ദർഭത്തിൽ, അതായത് വരാനിരിക്കുന്ന ഉഹുദിൻ്റെ സന്ദർഭത്തിൽ അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിരവധി ആളുകൾ ഉഹുദിന് വേണ്ടി ആ യുദ്ധത്തിനുള്ള ചർച്ച വന്ന സന്ദർഭത്തിൽ അവരുടെ പ്രതികരണം ആ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ജേതാക്കളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അവരൊന്നടങ്കം മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അത്രയും നേരം അവിടെ നിരവധി തെറ്റിദ്ധാരണകളും അതേപോലെ തന്നെ കിംവദന്തികളെല്ലാം പടർത്തിയ അബ്ദുല്ലാഹി ബിൻ ഉബയ്യും അയാളുടെ അനുയായികളും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും അവർ റസൂലുള്ളാഹിനെ അനുയായികളും കണ്ടതോടുകൂടി അവർക്ക് കാര്യമെല്ലാം ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇനി തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയ അബ്ദുല്ലാഹി ബിൻ ഉബയ്യും അയാളുടെ അനുയായികളും തന്ത്രപരമായിട്ട് ആ ഒരു സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതോടുകൂടെ മുനാഫിക്കുകൾ എന്നുള്ള ഒരു പുതിയ വിഭാഗം അവിടെ രൂപമെടുക്കുകയാണ്. അതായത് പരസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച് പരസ്യമായിട്ട് ഇസ്ലാം എല്ലാം പ്രഖ്യാപിച്ച് പക്ഷേ രഹസ്യമായിട്ട് ആ നിഷേധം തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് അവർ മുന്നോട്ടുള്ള ചരിത്രത്തിൽ കിട്ടുന്ന അവസരത്തിലെല്ലാം ശത്രുക്കളോടൊപ്പം ചേർന്ന് ഇസ്ലാമിനെതിരെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അവർ പരസ്യമായിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അതിനു വേണ്ടി നിർബന്ധിതരാവാണ്. കാരണം ഇസ്ലാമിൻ്റെ ബദറിലുള്ള ആ മുസ്ലിങ്ങളുടെ ആ വിജയത്തോടു കൂടെ ഇസ്ലാമിൻ്റെ വളർച്ച അല്ലെങ്കിൽ ശക്തി അവർക്ക് അതോടുകൂടെ മനസ്സിലാവുകയാണ്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്, അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാമിന് അടിത്തറ അല്ലെങ്കിൽ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് ആ ബദറിലുള്ള വിജയമായിരുന്നു. അതുകൊണ്ടാണ് ബദർ അത്രയേറെ ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കാനുള്ള കാരണം. മദീനയിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ ആദ്യം റസൂലുള്ളാഹി പോകുന്നത് മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ ഖബറിനടുത്തേക്കാണ്. അവിടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരോടുകൂടെ നമസ്കരിച്ച് ആ മകൾക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ മകൾ അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള രോഗാവസ്ഥയിലാണ്. ആ ഒരു വിഷമം പേറിക്കൊണ്ടാണ് റസൂലുള്ളാഹി ആ യാത്രയിൽ ആ ബദറിന് വേണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ ചിന്തിച്ചു നോക്ക്, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ ഒരു വിജയം റസൂലുള്ളാഹിനെ തേടിയെത്തിയ ആ ഒരു സന്തോഷ നിമിഷത്തിൽ പോലും വ്യക്തി ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലുള്ളൊരു വലിയ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ എല്ലാം മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മകന് അല്ലെങ്കിൽ നമ്മുടെ മകൾ അവർക്ക് എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കുമാറാകട്ടെ,
ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രയാസം വന്ന് അവർ ആശുപത്രിയിലാകുന്ന സന്ദർഭത്തിൽ നമുക്ക് നേരാവണ്ണം നമ്മൾ ദിനേന ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ജോലിക്ക് പോയാൽ തന്നെ നമ്മുടെ മനസ്സെവിടെയായിരിക്കും. അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമസ്കാരത്തിൽ പോലും ആ സന്ദർഭത്തിൽ നമ്മൾ വീഴ്ച വരുത്താറുണ്ട്. പക്ഷേ അത്രയും വലിയൊരു ദുഃഖം പേറിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന നേതാവ് ബദറിലേക്ക് പുറപ്പെട്ടത്. അവിടെ പിന്നീട് ആ ബദറിൽ ജേതാവായിട്ട് പോരാടി തിരിച്ചു വരുന്ന ആ ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുന്നത് മകളുടെ ആ മരണവാർത്തയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ഒരു ദിവസം പിന്നിട്ട് രണ്ടാമത്തെ ദിവസം പ്രഭാതത്തിൽ മദീനയിൽ അവരോടൊപ്പം 70ഓളം യുദ്ധത്തടവുകാരായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. 70 2 വധിച്ചു, 68 ആളുകളുണ്ട്. ഇനി അവരെന്താണ് ചെയ്യുക? ആ ഒരു വിഷയത്തിലും പതിവ് പോലെ റസൂലുള്ള അനുയായികളെ മുഴുവൻ വിളിച്ച് റസൂലുള്ള അഭിപ്രായം അന്വേഷിക്കുകയാണ്. അംറുഹും ഷൂറ ബൈനഹും. അനുയായികളെ മുഴുവൻ വിളിച്ചു. ശേഷമുള്ള സംഭവം സ്വഹീഹ് മുസ്ലിമിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണിയിൽ വായിക്കാൻ സാധിക്കും. റസൂലുള്ള സ്വഹാബികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് റസൂലുള്ള ചോദിച്ചു, മാ തറൗന ഫീ ഹൗലാഇൽ ഉസാറ, ഈ യുദ്ധത്തടവുകാരെ നമ്മളെന്താണ് ചെയ്യുക? ആ സന്ദർഭത്തിൽ സദസ്സിൽ മുഴുവൻ മൗനാണ്. പതിവ് പോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഹും ബനുൽ അമ്മി വൽ അശീറ, ഈ ആളുകൾ നമ്മൾ യുദ്ധത്തടവുകാരായിട്ട് കൊണ്ടുവന്ന ആളുകൾ മുഴുവൻ നമ്മുടെ പിതൃവ്യപുത്രന്മാരും അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെയാണ്. അതുകൊണ്ട് അറ അൻ തഅഖുദ മിൻഹും ഫിദിയതൻ ഫതകൂനു ലനാ ഖുവ്വതൻ അലൽ കുഫാർ, നമ്മൾ അവരിൽ നിന്നും ഫിദിയ അല്ലെങ്കിൽ ആ മോചനദ്രവ്യം വാങ്ങി അവരെ മുഴുവൻ നമുക്ക് വിട്ടയക്കാം, നമുക്ക് അവരെ റിലീസാക്കാം. അതുവഴി സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് മീതെ നമുക്ക് ശക്തി നേടാൻ സാധിക്കും. എങ്ങനെയാണ് ശക്തി നേടുക? കാരണം അവരിൽ നിന്നും മോചനദ്രവ്യം അല്ലെങ്കിൽ ഫിദിയ വാങ്ങുന്ന സന്ദർഭത്തിൽ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ഈ ഒരു സന്ദർഭത്തിൽ അത് എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾക്ക് അനിവാര്യമാണ്. ഹിജ്റയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ട് ക്ഷയിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും 70 ആളുകളിൽ നിന്നും മോചനദ്രവ്യം ലഭിക്കുന്നതോടുകൂടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി, ഒരു സ്ഥിരത കൈവരിക്കാൻ നമ്മുടെ ആ ഒരു ഉമ്മത്തിന് അത് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അവരെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്നു, ഫഅസല്ലാഹു അൻ യഹ്ദിയഹും ലിൽ ഇസ്ലാം, മാത്രമല്ല ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഴുവൻ സന്മാർഗത്തിലേക്ക് നയിച്ചേക്കാം. ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പിന്നീട് ഹിദായത്ത് നൽകിയേക്കാം. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി. അത് കേട്ടതിന് ശേഷം റസൂലുള്ളാഹി രണ്ടാമതായി ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, മാ തറായ ഇബ്നുൽ ഖത്താബ്, ഓ ഖത്താബിൻ്റെ മകനെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ് നിങ്ങളുടെ നിലപാട്? ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം ഒരല്പം പരുഷ നിലപാടുകാരനാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സന്ദർഭത്തിൽ 5-ലധികം സന്ദർഭങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ ശരിവെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലുള്ള പല ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഫിറാസ തെറ്റാറില്ല, ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായം ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമല്ല എനിക്കുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാലം 10-13 വർഷക്കാലം നമ്മൾ പീഡിപ്പിക്കപ്പെട്ട ആളുകളാണ്. അതിനുശേഷം നമ്മുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്ത് നമ്മൾ ഇവിടെ വന്ന സന്ദർഭത്തിലും നമ്മൾ അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥമായിട്ട് ഇവിടെയും നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ മോചനദ്രവ്യം വാങ്ങി അവരെ നമ്മൾ വെറുതെ വിടുകയാണെങ്കിൽ അവരൊരിക്കലും അടങ്ങി നിൽക്കാൻ പോകുന്നില്ല. അവർ വീണ്ടും പ്രതികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത അവസരത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കും. ഇനിയും നമ്മളെ തേടി അവർ വരുമെന്നുള്ളതാണ്. അതുതന്നെയാണ് നമുക്കറിയാം മുന്നോട്ടുള്ള ചരിത്രത്തിലും കാണാൻ സാധിക്കുന്നത്. ബദറിന് ശേഷം കൃത്യം 1 വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും ഉഹദിലേക്ക് വരുന്നു. അതിനുശേഷം മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അഹ്സാബിലേക്ക് അല്ലെങ്കിൽ ഖന്തഖ് യുദ്ധം, ഇതേ രൂപത്തിലുള്ള ചരിത്രമാണ് മുന്നോട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് നമ്മൾ ഈ പിടിക്കപ്പെട്ട ഒരാളെയും നമ്മൾ വെറുതെ വിടരുത്. നദ്രിബു അനാഖഹും, അവരെ മുഴുവനും വധശിക്ഷ നടപ്പിലാക്കണം. അതുമാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മളിൽപ്പെട്ട ഓരോ ആളുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ശിക്ഷ നടപ്പിലാക്കട്ടെ. കാരണം ഈ പിടിക്കപ്പെട്ട ആളുകൾ, യുദ്ധത്തടവുകാരായിട്ട് നമ്മൾ പിടിക്കപ്പെട്ട ആളുകളൊന്നും ചില്ലറക്കാരല്ല. ഫഇന്ന ഹഉലാഇ അഇമ്മത്തുൽ കുഫ്രി വസനാദീദുഹ, അതായത് നമ്മൾ പിടിച്ച ആളുകൾ അവർ സത്യനിഷേധികളുടെ നേതാക്കളും തലവന്മാരായിട്ടുള്ള ആളുകളാണ്, ചില്ലറക്കാരായിട്ടുള്ള ആളുകളല്ല. അതുകൊണ്ട് ഒരിക്കലും അവരെ വെറുതെ വിടരുത്, അവർക്കെതിരെ ശിക്ഷ നടപ്പിലാക്കണം. അതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച അഭിപ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും കേട്ടു. അതിലേതാണ് റഹ്മത്തുൽ ലിൽ ആലമീനായിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഏതാണ് പിന്താങ്ങുക എന്നുള്ളത് നമ്മൾ പറയേണ്ടതില്ല. കൃത്യമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെ റസൂലുള്ള അതിനെ പിന്താങ്ങുകയാണ്, റസൂലുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാടിന് റസൂലുള്ള ശരിവെക്കുകയാണ്. മാത്രമല്ല ഈ രണ്ടാളുകളുടെ അഭിപ്രായം കേട്ട സന്ദർഭത്തിൽ റസൂലുള്ള ചില വാക്കുകൾ പറയുന്നുണ്ട്. അത് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ വായിക്കാൻ സാധിക്കും. റസൂലുള്ള പറയാണ്, ഇന്നല്ലാഹ ല യുലീന ഖുലൂബ റിജാലിൻ ഹത്താ തകൂന അലിയനു മിനൽ ലബൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഹൃദയങ്ങളെ പാലുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മയപ്പെടുത്തും അല്ലെങ്കിൽ മൃദുലാക്കും. അതേ സന്ദർഭത്തിൽ മറ്റു ചില ആളുകളുടെ ഹൃദയങ്ങൾ ഒരല്പം ഉറച്ചതായിരിക്കും. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, വ ഇന്ന മസലക യാ അബൂബക്കർ കമസലി ഇബ്രാഹിം വ ഈസ. ഓ അബൂബക്കർ, താങ്കളുടെ ഉപമ, താങ്കൾ എനിക്ക് ഉപമിക്കാവുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും അതേപോലെ തന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ്. ഈ രണ്ട് പ്രവാചകന്മാരും അവരുടെ സമുദായത്തെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ സംബന്ധിച്ച് സൂറത്ത് ഇബ്രാഹിമിൻ്റെ 36-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമുദായത്തിൽ നിന്നും അള്ളാഹുവെ നിരവധി ആളുകൾ പിഴച്ചു പോയിട്ടുണ്ട്. ഫമൻ തബിഅനി ഫ ഇന്നഹു മിന്നി, എന്നെ പിന്തുടർന്ന ആളുകൾ മുഴുവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അതേ സന്ദർഭത്തിൽ വമൻ അസാനി ഫ ഇന്നക ഗഫൂറുർ റഹീം, ആരെങ്കിലും നിന്നോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും നീയാണ് ഏറെ പൊറുക്കുന്നവൻ, നീ അങ്ങേയറ്റം കരുണാനിധിയാണ്. ആ രൂപത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. സമാനമായിട്ട് തന്നെ നമുക്കറിയാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ പോയ സന്ദർഭത്തിലും ആ വഴിമധ്യേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ചരിത്രമെല്ലാം സൂറത്ത് ദാരിയാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഉപമിക്കാനുള്ള കാരണം. രണ്ടാമതായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉപമിച്ചത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ അന്ത്യനാളിൽ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ആ വലിയ ജനവിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കും. ആ സന്ദർഭത്തിൽ അവർ ചെയ്ത ആ ശിർക്കിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തള്ളിപ്പറയും. ആ തള്ളിപ്പറഞ്ഞതിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ പറയുന്ന ചില വാക്കുകൾ സൂറത്തുൽ മാഇദയുടെ 118-ാമത്തെ വചനത്തിൽ വായിക്കാൻ സാധിക്കും. ഇൻ തുഅദിബഹും ഫ ഇന്നഹും ഇബാദുക് വ ഇൻ തഗ്ഫിർ ലഹും ഫ ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ അല്ലാ, നീ ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നിൻ്റെ ദാസന്മാരാണ്. അതേ സന്ദർഭത്തിൽ നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീയാണ് പ്രതാപി യുക്തിമാനം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് നടത്തുന്ന സംസാരം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കാനുള്ള കാരണം. അതിനുശേഷം റസൂലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വ ഇന്ന മസലക യാ ഉമർ കമസലി നൂഹിൻ വ മൂസ. ഓ ഉമർ, താങ്കളുടെ ഉപമ അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതേപോലെ തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണ് താങ്കളുടെ ഉപമ. ഈ രണ്ട് പ്രവാചകന്മാരോടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള ഉപമിച്ചത്. അവരോട് ഉപമിക്കാനുള്ള കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്കെതിരെ സ്വീകരിച്ച ശക്തമായിട്ടുള്ള നിലപാട്, ആ ഒരു പ്രാർത്ഥന സൂറത്ത് നൂഹിൻ്റെ 26-ാമത്തെ വചനത്തിൽ വഖാല നൂഹുൻ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഓ അല്ലാഹ്, ഭൂമുഖത്ത് സത്യനിഷേധികളിൽപ്പെട്ട ഒരാളെയും നീ വിട്ടേക്കരുത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. ശേഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ് ഉപമിച്ചത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സമാനായി സൂറത്ത് യൂനുസിൻ്റെ 88-ാമത്തെ വചനത്തിൽ റബ്ബന തുമിസ് അല അംവാലിഹിം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, അവരുടെ സ്വത്തുക്കൾ നീ തുടച്ചു നീക്കണം. അതേപോലെ തന്നെ അവർ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകണേ. അതേ രൂപത്തിലുള്ള മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രവാചകന്മാരോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള ഉപമിക്കാനുള്ള കാരണം. ചുരുക്കത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച് യുദ്ധത്തടവുകാരുടെ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം അവരെടുക്കുകയാണ്. അതായത് അവരിൽ നിന്നും ആ ഫിദിയ മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുക. അതായിരുന്നു ഫൈനലായിട്ട് അവരെടുത്ത തീരുമാനം. ആ തീരുമാനമെല്ലാം എടുത്ത് അവർ മുഴുവൻ പിരിഞ്ഞു. പിറ്റേ ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പതിവ് പോലെ റസൂലുള്ളാഹിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാണാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടാണ്. കാരണം ഈ രണ്ടാളുകളും അവിടെ ഇരുന്ന് കരയുന്നതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുക. ഉമർ റളിയല്ലാഹു അൻഹു പോയി റസൂലുള്ളാഹിനോട് ചോദിച്ചു, പ്രവാചകർ, എന്താണ് നിങ്ങൾ കരയുന്നത്? കാരണം എന്നോട് പറയൂ, അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങളുടെ കൂടെ കരയാമല്ലോ. ആ സന്ദർഭത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, തലേ ദിവസം അവർ ആ ബന്ദികളുടെ കാര്യത്തിൽ അവർ സ്വീകരിച്ച ആ നിലപാടിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കരയിപ്പിച്ചത്. അപ്പോൾ ഏതാണ് ആ വചനങ്ങൾ? അത് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സൂറത്തുൽ അൻഫാലിൻ്റെ 67ഉം 68ഉം ആയത്തുകളാണ്. 67ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന ലി നബിയ്യിൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർള്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതായത് ഒരു പ്രവാചകനും ശത്രുക്കളെ കീഴടക്കി നാട്ടിലെ ആധിപത്യം അല്ലെങ്കിൽ ശക്തി പ്രാപിക്കുന്നത് വരെ ഒരിക്കലും അവരുടെ കീഴിൽ ഒരിക്കലും യുദ്ധത്തടവുകാരുണ്ടായിരിക്കാൻ പാടില്ല. അതിനുശേഷം തുരീദൂന അറള ദുനിയ വല്ലാഹു യുരീദുൽ ആഖിറ. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പിന്നീട് നമ്മൾ വിശദമായിട്ട് വരും. നിങ്ങൾ ഇഹലോകത്തെ ചെറിയ നേട്ടങ്ങളിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെയാണ് നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്. വല്ലാഹു അസീസുൻ ഹക്കീം. അതിനുശേഷം 68ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സക്കും ഫീമാ അഖത്തും അദാബുൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വിധി നിങ്ങളുടെ മീതെ മുൻകൂട്ടി അള്ളാഹുവിൽ നിന്നുള്ള ഒരു വിധി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ ശക്തമായിട്ടുള്ള ശിക്ഷ നിങ്ങളെ ബാധിച്ചേനെ. ശക്തമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശിക്ഷ നിങ്ങളുടെ മീതെ അത് ബാധിച്ചേനെ. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഒരു ആയത്താണ് ഈ രണ്ടാളുകൾ അങ്ങേയറ്റം കരയിപ്പിച്ചത്. ഇനി നമ്മൾ ആയത്തിലേക്ക് വരാൻ 67ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളാ നാട്ടിൽ ശക്തി പ്രാപിക്കുന്നത് വരെ ഹത്താ യുസ്ഖിന ഫിൽ അർള്, നിങ്ങളാ നാട്ടിൽ ശക്തി പ്രാപിക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആധിപത്യം ലഭിക്കുന്നത് വരെ എന്തിനാണ് നിങ്ങൾ യുദ്ധത്തടവുകാരെ വെച്ചത്? അതായത് നിങ്ങളുടെ കയ്യിൽ ലഭിച്ച ആ ശത്രുക്കളെ നിങ്ങൾ നശിപ്പിക്കാതെ മോചനദ്രവ്യം വാങ്ങി നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തത് തികച്ചും ആത്മഹത്യാപരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പിടിക്കപ്പെട്ട ആളുകൾ അവർ കേവലം യുദ്ധത്തടവുകാരല്ല, അവർ യുദ്ധ കുറ്റവാളികളാണ്. നമുക്കറിയാം, ആധുനിക നിയമത്തിൽ പോലും യുദ്ധ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അവർക്ക് ഒന്നുകിൽ വധശിക്ഷ അല്ലെങ്കിൽ ആജീവാനന്തര തടവ്, ആ രൂപത്തിലുള്ള ശിക്ഷാവിധികളാണ് നമ്മൾ നടപ്പിലാക്കുക. അപ്പോൾ ഇത്തരം ആളുകൾ അവരെ നമ്മൾ കേവലം മോചനദ്രവ്യം വാങ്ങി നിങ്ങൾ തിരിച്ചയക്കുകയാണെങ്കിൽ, സ്വതന്ത്രരാക്കുകയാണെങ്കിൽ, അവർ തീർച്ചയായിട്ടും വീണ്ടും പൂർവാധികം മത്സരബുദ്ധിയോടെ ആ ശത്രുത അവർ തുടർന്നുകൊണ്ടിരിക്കും. അവർ കിട്ടുന്ന അവസരത്തിലെല്ലാം വീണ്ടും അവർ തിരിച്ചടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്ര സത്യസന്ധമാണ് നമുക്കറിയാം. മുന്നോട്ട് നോക്കുന്ന സന്ദർഭത്തിൽ കൃത്യം ഒരു വർഷം കഴിയുന്ന സന്ദർഭത്തിൽ വീണ്ടും മദീനയെ ലക്ഷ്യമാക്കി അവർ ഉഹുദും അതേപോലെ തന്നെ ഖന്തഖിനെല്ലാം അവർ വീണ്ടും വീണ്ടും വരുന്നതായിട്ട് നമുക്ക് മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൗല അടുത്ത ആയത്ത്. നേരത്തെ ഞാൻ മറ്റൊരു കാര്യം, ഇതേ സമാനമായിട്ടുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തും അവതരിപ്പിക്കുന്നത്. ശേഷം അടുത്ത വചനം 68ാമത്തെ ആയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലൗലാ കിതാബു മിനല്ലാഹി സബഖ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു വിധി മുൻകൂട്ടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയതിൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള ഭയങ്കര ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും മുൻകൂട്ടി അവർക്ക് ലഭിച്ച വിധി? അതെന്താണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അതായത് യുദ്ധത്തടവുകാരായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറ്റൊരു വിധി നൽകിയിരുന്നു. പരിശുദ്ധ ഖുർആനിലെ 47ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിൻ്റെ ആരംഭഭാഗം 4ാമത്തെ വചനത്തിൽ, ഫ ഇമ്മാ മന്നം ബഅദു വ ഇമ്മാ ഫിദാഅൻ ഹത്താ തളഅൽ ഹർബു ഔസാറഹ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തടവുകാരായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നുകിൽ നിങ്ങൾ അവരോട് ദാക്ഷിണ്യം കാണിക്കുക, അതല്ലെങ്കിൽ അവരിൽ നിന്നും മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അവർക്ക് നൽകിയിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ മോചനദ്രവ്യം വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് നൽകി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ നേരത്തെ തന്നെ നൽകിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. അതായത് ആ ഓപ്ഷനാണ് നിങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആക്ഷേപിക്കാനുള്ള കാരണം, ഭൂമിയിൽ ഹത്താ യുസ്ഖിന ഫിൽ അർള്, ഭൂമിയിൽ ആധിപത്യം അല്ലെങ്കിൽ ശക്തി സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ യുദ്ധത്തടവുകാരെ ഈ രൂപത്തിൽ മോചനദ്രവ്യം വാങ്ങി തിരിച്ചയക്കുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ നല്ല ഉചിതമായിട്ടുള്ളൊരു തീരുമാനമല്ല. അതുകൊണ്ട് ആ രൂപത്തിലുള്ളൊരു തീരുമാനം എടുത്തതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആക്ഷേപിച്ചത്. ഈ ഒരു വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവരെ കരയിപ്പിക്കാനുള്ള കാരണം. ഇനി നമ്മൾ സംസാരിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഇഷ്ടപ്രകാരം ഒരു തീരുമാനം, ഒരു ഇജ്തിഹാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയാണ്. അതിനെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ
സ്വയം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇതാണ് ഉസൂൽ ഫിഖിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ടൊരു ചർച്ചയാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നജ്മിൻ്റെ ആയത്തുകൾ 3-4 ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം ഒന്നും സംസാരിക്കില്ല, എല്ലാം വഹീൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഒരു സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കുന്ന ഒരു പക്ഷം പണ്ഡിതന്മാർ. പക്ഷേ ബഹുഭൂരിപക്ഷം സുന്നി പണ്ഡിതന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപത്തിൽ ഇജ്തിഹാദ് നടത്താനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പല വിഷയത്തിലും റസൂലുള്ളാഹി ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ചില സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞതിനേക്കാൾ നല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തിരുത്തുന്നതായിട്ടും കാണാൻ സാധിക്കും. പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തിയാലും ഇല്ലെങ്കിലും രണ്ടായാലും സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ശരീഅത്തായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ അത് റസൂലുള്ളാഹി എന്താണോ പറയുന്നത് അതപ്പടി നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. ഒമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബദറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അത് മാത്രമല്ല, വീണ്ടും മുന്നോട്ടുള്ള ചരിത്രത്തിൽ ഇപ്പോൾ ഖന്തഖ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായിട്ട് തീരുമാനമെടുത്തു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരുത്തുന്നതായിട്ട് സൂറത്ത് തൗബയുടെ 43-ാമത്തെ വചനത്തിൽ അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും തിരുത്തുന്നുണ്ട്. സമാനമായിട്ട് ദുനിയവിയായിട്ടുള്ള ചില കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ചില നിർദ്ദേശങ്ങൾ നൽകി. പിന്നീട് സ്വഹാബത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളാണ് ദുനിയവി വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഖളാഉമായിട്ട് വിധി പറയുന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹി ചില കേസുകൾ കേട്ട് വിധി പറയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങളിൽ ചില ആളുകൾ നന്നായിട്ട് സംസാരിക്കും, അത് കേൾക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചില വിധി നൽകും, അത് ഞാൻ നൽകുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നരകത്തിൻ്റെ ഒരു കഷ്ണമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമാനമായിട്ട് മറ്റൊന്ന് ഇപ്പോൾ മുത്തഫഖുൻ അലൈഹിയായിട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം പിന്നീട് മുന്നോട്ടുള്ള ചരിത്രത്തിൽ മക്കാ വിജയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഹറം പരിധിയിലുള്ള ഒരു ചെടിയും ഇനി നിങ്ങൾ മുറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുന്നുണ്ടോ പ്രവാചകരെ, അതിൽ നിന്നും ഇദ്ഖിർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സസ്യം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ, കാരണം അത് നമ്മളെല്ലാം പല കാര്യങ്ങൾക്കും ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട് ഇദ്ഖിർ ഒഴികെ ആ ഒരു സസ്യത്തെ റസൂലുള്ളാഹി അതിൽ നിന്നും മാറ്റി നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വീണ്ടും നിരവധി സംഭവങ്ങൾ സ്വഹീഹ് മുസ്ലിമിലും അബൂദാവൂദിലെല്ലാം കടന്നു വരുന്ന ഗീലയുമായിട്ട് ബന്ധപ്പെട്ട് മുലയൂട്ടുന്ന സന്ദർഭത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തശ്രീഇനുള്ള അല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള ചില അനുമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു എന്നുള്ള അത് റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയൊരു മഹത്താണ്. ഇനി അതിലുള്ള ചില യുക്തികൾ, ചില പാഠങ്ങൾ, അതായത് റസൂലുള്ളാഹിക്ക് ഇതേ രൂപത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നൽകി പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരുത്തിയതിലുള്ള ചില യുക്തികൾ. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് നൽകിയ മഹത്വമാണ്. രണ്ടാമതായിട്ട് ഈ ഒരു ഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ല എന്നുള്ളതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തെളിവാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, പിന്നീട് റസൂലുള്ളാഹി സ്വയാണ് ഇത് എഴുതി ഉണ്ടാക്കിയതെങ്കിൽ നഊദു ബില്ലാഹ് വിമർശകർ പറയുന്നത് പോലെ എങ്ങനെയാണിത് സംഭവിക്കുക? ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൊട്ടുമുമ്പുണ്ടായിരുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മത്ത് അവർക്ക് സംഭവിച്ച വലിയൊരു പിഴവുണ്ട്. അവർ മതപുരോഹിതന്മാരായിട്ടുള്ള ആളുകളെ ഒരാൾക്കും തിരുത്താൻ പാടില്ല. ഇപ്പോൾ കാത്തലിക്സിലെല്ലാം പോപ്പ് പറയുന്നത്, പോപ്പിൻ്റെ വായിൽ നിന്നും വരുന്നതെല്ലാം ദൈവിക വാക്കുകളാണ്, അവർ ഒരർത്ഥത്തിലും വിമർശിക്കാൻ പാടില്ല, അവർ വിമർശനാതീതരാണ്, ആ രൂപത്തിലാണ് കണക്കാക്കുന്നത്. ജൂതമതത്തിലും സമാനായി റാബായിമാർ ദൈവിക വചനങ്ങളാണ് അവർ സംസാരിക്കുന്നതെന്ന് അവർ ഗണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ മതപുരോഹിതന്മാർ അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്, അവരെ ഒരാൾക്കും തിരുത്താൻ പാടില്ല, അവർ ദൈവതുല്യരാണ്. ഒരല്പം കൂടെ കടന്ന് പിന്നീട് അവരെ ഉയർത്തി അവസാനം ദൈവിക പദവിയിലേക്ക് തന്നെ ഉയർത്തി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെല്ലാം ആരാധ്യ പുരുഷന്മാരാക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ക്രിസ്തുമതത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ
അത്തരത്തിലുള്ള ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു സംരക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ പരിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ ആ പരിശുദ്ധ ഖുർആൻ ബനൂ ഇസ്രായേലരായിട്ടുള്ള ആളുകൾ അവർക്ക് നൽകപ്പെട്ട ആ ഗ്രന്ഥത്തിൽ കൈകടത്തി സമാനായി പരിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിനെ സംരക്ഷിച്ചു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതേപോലെ തന്നെ സമാനായി റസൂലുള്ളാഹിന്റെ കാര്യത്തിലും ചില സംരക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ലോകത്ത് ഒരാൾക്കും റസൂലുള്ളാഹിനെ വിമർശിക്കാനോ തിരുത്താനോ അധികാരമില്ല. തിരുത്താൻ പോയിട്ട് ഒരല്പം ഉച്ചത്തിൽ പോലും റസൂലുള്ളാഹിന്റെ മുമ്പിൽ സംസാരിക്കുന്നത് ഏറ്റവും വലിയ അനാദരവായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹുജറാത്തിന്റെ 2-ാമത്തെ വചനം, ലാ തർഫഉ ഫൗഖ സൗത്തൻ നബി, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മീതെ നിങ്ങൾ ശബ്ദമുയർത്തരുത്. ആ രൂപത്തിലുള്ള അനാദരവ് കാണിച്ചാൽ അൻ തഹ്ബത അമാലുക്കും വ അൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ, നിങ്ങൾ എത്ര തന്നെ കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും അത് നിഷ്ഫലമായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യധികം ഗൗരവത്തോടു കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. ആ രൂപത്തിലുള്ള അനാദരവ് പോലും അത്യധികം ഗൗരവത്തോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അതേപോലെ തന്നെ ഇനി മതകാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന വിധികൾ സൂറത്തുൽ നിസാഇന്റെ 65-ാമത്തെ വചനത്തിൽ ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മതവിഷയത്തിൽ നിങ്ങൾക്ക് ഭിന്നതയുണ്ടാകുന്ന വിഷയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വിധികർത്താവായിട്ട് സ്വീകരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി നൽകുന്ന വിധിയിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ ലാ യുഅ്മിനൂൻ, നിങ്ങൾക്ക് ഈമാനില്ല, നിങ്ങൾക്ക് വിശ്വാസമില്ല. അത് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്താകട്ടെ ഖിയാമത്ത് നാൾ വരെ എന്തെങ്കിലും ഒരു മതകാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭിന്നതയുണ്ടാകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ മടക്കുക. എന്നിട്ട് അതിലുള്ള വിധിയിൽ നിങ്ങൾ അതൃപ്തരാണെങ്കിൽ ലാ യുഅ്മിനൂൻ, നിങ്ങൾക്ക് ഈമാനില്ല. കാരണം വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ അനുസരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള നമുക്കുള്ള വഴി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലോകത്ത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മലക്കിനോ ഒരു ജിന്നിനോ ഒരാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്താൻ അധികാരമില്ല. പക്ഷേ റസൂലുള്ളാഹിനെ തിരുത്താനുള്ള അധികാരം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നമ്മുടെയും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റസൂലുള്ളാഹിനെ തിരുത്താനുള്ള അധികാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും അഷ്റഫുൽ ഖൽഖാണ്, ഉന്നത സൃഷ്ടിയാണ്. എത്ര ഉന്നത സൃഷ്ടിയായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദാണ്, അടിമയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അടിമ എന്നുള്ള അതായത് ഏറ്റവും ഒരു മനുഷ്യൻ എത്തിച്ചേരാവുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് എത്തിയ വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അങ്ങനെയാണെങ്കിലും അടിമയും സൃഷ്ടാവും രണ്ടാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് റബ്ബു റബ്ബുൻ വ ഇൻ തനസ്സൽ വൽ അബ്ദു അബ്ദും വ ഇൻ തറഖ, അതായത് അടിമ എത്ര തന്നെ ഉയർന്നാലും സൃഷ്ടാവിനോളം അടിമക്ക് ഉയരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരുത്തുക വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അറിയാവുന്ന ഒരാൾ മീതെ, റസൂലുള്ളാഹിന്റെ മീതെയുണ്ട്, സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്ന് അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ദൈവിക പദവിയിലേക്ക് ഉയർത്തുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംരക്ഷിക്കുകയും ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കാതിരിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചതിൻ്റെ ഒരു രൂപമാണ് ഈ രൂപത്തിലുള്ള തിരുത്തലുകൾ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, ഇപ്പോൾ പല സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് പല കാര്യത്തിലും നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകാറുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ഖിബ്ല മാറ്റം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 142-ാമത്തെ വചനത്തിൽ സയഖൂലു സുഫഹാഉ മിനന്നാസ് മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽപ്പെട്ട ചില വിഡ്ഢികൾ എന്തുകൊണ്ട് ഖിബ്ല മാറിയെന്ന് അവർ നിന്നോട് വന്ന് ചോദിക്കും. അത് ചോദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് പറയാണ്. ഒരല്പം കഴിഞ്ഞപ്പോൾ അവർ വന്ന് ചോദിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും സൂറത്തുൽ മുനാഫിഖൂൻ ആരംഭ വചനത്തിൽ ഇദാ ജാഅക്കൽ മുനാഫിഖൂൻ ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, അവർ ചില കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ താങ്കളുടെ അടുത്ത് വന്ന് അവർ ഈ രൂപത്തിൽ സംസാരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് പറയുന്നു. പിന്നീട് അവർ വന്ന് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലീദ് ഇബ്നു മുഗീറയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം ഇവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് വഹി നൽകുന്നു, പിന്നീട് അത് സംഭവിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ബദറിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അഡ്വാൻസ് ആയിട്ട് നൽകുന്നില്ല. അതേപോലെ തന്നെ മറ്റുള്ള സന്ദർഭങ്ങളിലെല്ലാം അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുത്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തിലും നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു തീരുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല? അപ്പോൾ ബദറിൻ്റെ വിഷയത്തിലും എന്തുകൊണ്ട് നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ഒരു തീരുമാനം പറഞ്ഞുകൂടായിരുന്നു? അപ്പോൾ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലുള്ളൊരു യുക്തി
അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ലോകത്തെ ഏറ്റവും ഉന്നതനായിട്ടുള്ള സൃഷ്ടിയാണ്, ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എടുക്കുന്നതിൽ ഏറ്റവും നല്ല തീരുമാനമായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്നത്. പക്ഷേ ആ സന്ദർഭത്തിലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കും അതേപോലെ തന്നെ യുക്തിക്കും മീതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവും തീരുമാനവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയാവുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ ഒരു പരിമിതി, അതായത് ആ നിലക്കുള്ള ഒരു പരിമിതി പല സന്ദർഭത്തിലും റസൂലുള്ളാഹിനോട് പ്രഖ്യാപിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവികമായിട്ടുള്ളൊരു പദവിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തുന്നത് തടയാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. ഫഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത്, ഓ പ്രവാചകരെ താങ്കൾ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു ബശർ, ഒരു മനുഷ്യനാണ്, പക്ഷേ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുന്നു. അതേപോലെ തന്നെ വമാ അദ്രി മാ യഫ്അലു ബി വലാ ബിക്കും, സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 9-ാമത്തെ വചനം, എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ എന്താണ് ചെയ്യുക എന്നുള്ളത് വമാ അദ്രി, എനിക്കറിയില്ല. അതേപോലെ തന്നെ സൂറത്ത് ആൽ ഇംറാൻ്റെ 179-ാമത്തെ വചനത്തിലും വമാ കാന അല്ലാഹു ലിയുത്ലിഅക്കും അലൽ ഗൈബ്, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അത് കൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് കൽപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഗ്രന്ഥം എഴുതിയതെങ്കിൽ നഊദുബില്ലാ, ശത്രുക്കൾ ആക്ഷേപിക്കുന്നത് പോലെ ഈ രൂപത്തിൽ എങ്ങനെയാണ് സംഭവിക്കുക? സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതെല്ലാം പരിശുദ്ധ ഖുർആൻ്റെ ആ ദൈവീകതക്കും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സത്യസന്ധതയ്ക്കുള്ള കൃത്യമായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇനി നമ്മൾ സീറയിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അപ്പോൾ ചുരുക്കത്തിൽ യുദ്ധത്തടവുകാരിൽ നിന്നും ആ മോചനദ്രവ്യം ഫിദിയ വാങ്ങി അവരെ വിട്ടയക്കാൻ, അതാണ് അന്തിമമായിട്ട് അവരെടുത്ത തീരുമാനം. ആ ഒരു അന്തിമ തീരുമാനം എടുത്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ വിളിച്ചുകൊണ്ട് യുദ്ധത്തടവുകാരുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില കൽപ്പനകൾ, ചില നിർദ്ദേശങ്ങൾ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സിനു ഇസാറഹു, നിങ്ങൾ നിങ്ങളുടെ ബന്ദികളോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കുക, അവരോട് നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം ശേഖരിച്ച് അവർക്ക് നിങ്ങൾ നല്ല ഭക്ഷണം നൽകുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകി. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനും നൽകിയ കൽപ്പനയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻസാന്റെ ആരംഭ ഭാഗത്ത് 8-ാമത്തെ വചനത്തിൽ വയത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹത്താൽ അഗതികളായിട്ടുള്ള ആളുകൾക്കും അനാഥകൾക്കും അതേപോലെ തന്നെ വഅസീറ, ബന്ദികളായിട്ടുള്ള യുദ്ധത്തടവുകാരായിട്ടുള്ള ആളുകൾക്കും അവർ ഭക്ഷണം, അവർ അന്നം നൽകുക എന്നുള്ള. ഏത് രൂപത്തിലാണ് അവർ നൽകുക? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, അവർ യാതൊന്നും പ്രതീക്ഷിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം ആളുകൾക്ക് അവർ ഭക്ഷണം നൽകുക എന്നുള്ള. അത്തരം ആളുകൾ, ആ ഭക്ഷണം നൽകുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രകീർത്തനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ കാണിച്ച ശ്രദ്ധ അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. അതുകൊണ്ടാണ് ബന്ദികളായി പിടിക്കപ്പെട്ട പല ആളുകളും അവരുടെ പെരുമാറ്റം, അവരുടെ ആ സമീപനങ്ങൾ മാത്രം കണ്ട് ഇസ്ലാം സ്വീകരിച്ച ചരിത്രമാണ് നമ്മൾ മുന്നോട്ട് കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു പേര് നിങ്ങൾ ഓർത്തു വെക്കുന്നുണ്ടാകും. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ അബ്ദുൽ അസീസ് ബിൻ ഉമൈർ, അദ്ദേഹം തന്നെ ഉദ്ധരിക്കാണ്. ഇബ്നു കത്തീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സീറയിൽ ഈ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, എന്നെ അൻസാറുകളിൽപ്പെട്ട ചില ആളുകളാണ് എന്നെ ബന്ദിയാക്കി വെച്ചത്. ഞാൻ അവരുടെ വീട്ടിലായിരുന്നു. അങ്ങനെ ഭക്ഷണ സമയം ആകുന്ന സന്ദർഭത്തിൽ അവരെനിക്ക് റൊട്ടി നൽകും, അവർ വെറും ഈത്തപ്പഴം മാത്രം കഴിക്കും എന്നുള്ളതാണ്. അതായത് പ്രത്യേകം മനസ്സിലാക്കണം, റൊട്ടി എന്നുള്ളത് അന്ന് വലിയ ഫുഡാണ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ശത്രുവായ എൻ്റെ ബന്ധുവിനെ കൊണ്ടുവന്ന് ഭക്ഷണ സന്ദർഭത്തിൽ ഞാൻ കഞ്ഞിയും അയാൾക്കൊരു ബിരിയാണിയും നൽകുന്നതിന് സമാനമാണ്. സുബ്ഹാനല്ലാഹ്. ശേഷം അദ്ദേഹം പറയാണ്, അബ്ദുൽ അസീസ് ബിൻ ഉമൈർ അദ്ദേഹം പറയാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം അല്ലെങ്കിൽ ആ ഉപദേശം അനുസരിച്ച് അവർ ചെയ്തതായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് പല സന്ദർഭത്തിൽ എനിക്ക് ലജ്ജ തോന്നി. ആ ലജ്ജ തോന്നിയത് കാരണം പല സന്ദർഭത്തിലും ഞാൻ എനിക്ക് നൽകിയ റൊട്ടി തിരിച്ചു നൽകി, പക്ഷേ അവരത് സ്വീകരിക്കാൻ സന്നദ്ധമായില്ല. അവരെന്നെ കൊണ്ട് നിർബന്ധിച്ചത് കഴിപ്പിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം മാത്രമല്ല, ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, നല്ല വസ്ത്രവും അവർ യുദ്ധത്തടവുകാർക്ക് നൽകിയെന്നുള്ള. സ്വഹീൽ ബുഖാരിയിൽ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ ബാബു കിസ്വത്തിൽ ഉസാറ, അതായത് ബന്ദികൾക്കുള്ള വസ്ത്രം. അതാണ് ഒരു അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ ബദറുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നൊരു സംഭവം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ബദറിൻ്റെ ദിവസം യുദ്ധത്തടവുകാരെ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ധരിച്ച വസ്ത്രമല്ലാതെ വലം യക്കുൻ അലൈഹി സൗബുൻ, അദ്ദേഹത്തിന് വേറൊരു വസ്ത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതറിഞ്ഞ സന്ദർഭത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പാകമായിട്ടുള്ളൊരു വസ്ത്രം ഉണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച് നടന്നു എന്നുള്ള. അങ്ങനെ അവസാനം അബ്ദുല്ലാഹ് ബിൻ ഉബയ്യിൻ്റെ വസ്ത്രം അത് പാകാണെന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് നൽകിയെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ള അനുയായികളായിട്ടുള്ള ആളുകൾ അതേ രൂപത്തിൽ അത് പകർത്തി കാണണം. സുബ്ഹാനല്ലാഹ്. അപ്പം നല്ല വസ്ത്രം നൽകി, നല്ല ഭക്ഷണം നൽകി, അതേപോലെ തന്നെ നല്ല താമസ സൗകര്യം അവർക്ക് നൽകി. ആ വീട്ടുകാരേക്കാൾ സൗകര്യം നൽകി അവർ പാർപ്പിച്ചു. വീടില്ലാത്ത ആളുകളെ പള്ളിയിലായിരുന്നു അവർ പാർപ്പിച്ചത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള പ്രത്യേക നിർദ്ദേശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് നൽകിയെന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ മാത്രമല്ല, ബന്ദികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആ കാരുണ്യം തന്നെ അത് മറ്റൊരു വിഷയമാണ്. അത് പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടുള്ള ചരിത്രത്തിൽ റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി വന്ന തുമാമ, ആ തുമാമയുടെ ചരിത്രം പ്രസിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വേണ്ടി വന്ന ആ വ്യക്തി അദ്ദേഹം പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ തടവിലാക്കിയ സന്ദർഭത്തിൽ ആ തടവിലുള്ള സന്ദർഭത്തിൽ ഉടനീളം റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. ഭക്ഷണം എത്തിച്ച് അങ്ങനെ ഒരു അല്പ ദിവസത്തിന് ശേഷം അയാളെ റിലീസാക്കി. അദ്ദേഹത്തെ റിലീസാക്കി ഉടനെ തന്നെ അദ്ദേഹം നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന തോട്ടത്തിൽ പോയി അദ്ദേഹം കുളിച്ച് തിരിച്ചു വന്ന് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന മനോഹരമായിട്ടുള്ള ചില പദങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും ഞാൻ വെറുക്കപ്പെട്ട വ്യക്തി താങ്കളായിരുന്നു, അതേപോലെ തന്നെ താങ്കളുടെ മുഖമായിരുന്നു ഞാൻ ഏറ്റവും വെറുത്തത്. വല്ലാഹി ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം അത് താങ്കളുടേതാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി താങ്കളാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മതത്തേക്കാൾ വെറുത്ത മറ്റൊരു മതമില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ മതമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെയും അനുയായികളുടെയും ആ സമീപനം കണ്ടാണ് അവരെല്ലാം യുദ്ധത്തടവുകാരായിട്ടുള്ള അത്തരം ആളുകളെല്ലാം ഇസ്ലാം സ്വീകരിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏത് കാലത്താണ് ഇസ്ലാം യുദ്ധത്തടവുകാരായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും മാനുഷികമായിട്ടുള്ള ഈ ഒരു കാരുണ്യത്തിൻ്റെ സമീപനം പഠിപ്പിച്ചത്? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ആ പൗരാണിക കാലത്ത് ഗ്രീക്കിലും പേർഷ്യയിലെല്ലാം അവർക്ക് ലഭിച്ച ബന്ദികൾ അവർ മുഴുവൻ അറുകൊല ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിന് മുഴുവൻ ആളുകളെയും ബലിയായിട്ട് സമർപ്പിക്കുകയാണ്. പിന്നീടാണ് അവരെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്. അടിമകളാക്കിയ സന്ദർഭത്തിൽ റോമിൻ്റെ ചരിത്രത്തിൽ നമുക്കൊരു അടിമകളായിട്ടുള്ള യുദ്ധത്തടവുകാരെ അവർ കൊളോസിയത്തിൽ അവർ തമ്മിലടിപ്പിക്കുകയാണ്. നിരവധി വേട്ടമൃഗങ്ങളെ കൊണ്ടുവന്ന ആ വേട്ടമൃഗങ്ങൾക്കൊപ്പം അവരെ കൂട്ടിലടിച്ച് ഈ അടിമകളും ആ വേട്ടമൃഗങ്ങളും തമ്മിലടിക്കുന്നത് അത് കണ്ട് ഭരണാധികാരികളും അതേപോലെ തന്നെ അവരുടെ അനുയായികളെല്ലാം ആ രൂപത്തിലുള്ള ക്രൂരമായിട്ടുള്ള വിനോദങ്ങൾ അവർ ആസ്വദിക്കുമായിരുന്നു. ആ രൂപത്തിലുള്ള പ്രവണതകളാണ് 5 നൂറ്റാണ്ടുകളോളം റോമിൽ അരങ്ങേറിയത്. അത് കഴിഞ്ഞ് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് ശേഷവും നമ്മൾ ആധുനിക ലോകത്തേക്ക് വരുന്ന സന്ദർഭത്തിലും 1-2 ലോകമഹായുദ്ധ സന്ദർഭത്തിൽ യുദ്ധത്തടവുകാരെ ഏത് രൂപത്തിലായിരുന്നു ലോകം കൈകാര്യം ചെയ്തത്? നമുക്കറിയാം, കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ചരിത്രം ഏതൊരാളുടെയും കണ്ണ് നനയിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്രൂരതകളായിരുന്നു അവിടെ അരങ്ങേറിയത്. അതേപോലെ തന്നെ 1960-കൾ വിയറ്റ്നാം യുദ്ധത്തിലും ഹനോയ് ഹിൽട്ടൻ്റെ എല്ലാം നിരവധി ഡോക്യുമെൻ്ററികൾ കാണാൻ സാധിക്കും. ഈ രൂപത്തിലുള്ള ക്രൂരതകളിൽ മനം നൊന്താണ് യുദ്ധത്തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 1949 ജനീവ കരാറിൽ അവരുടെ, അതായത് യുദ്ധത്തടവുകാരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ലോകം സംസാരിച്ചത് 1949. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യുദ്ധത്തടവുകാരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ലോകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ബദറിൽ ആദ്യമായിട്ട് ലഭിച്ച യുദ്ധത്തടവുകാരെ ആ രൂപത്തിലായിരുന്നു അവർ പരിചരിച്ചത്. അപ്പോൾ മോചനദ്രവ്യം എല്ലാം കണക്കാക്കി എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലായിരുന്നു മോചനദ്രവ്യം അല്ല. അവിടെയും റസൂലുള്ളാഹിൻ്റെ കാരുണ്യം ഓരോ ആളുകൾക്കും താങ്ങാവുന്ന രൂപത്തിലായിരുന്നു മോചനദ്രവ്യം പോലും നിശ്ചയിക്കപ്പെട്ടത്. അത് നൽകാൻ കഴിയാത്ത ആളുകൾക്കോ ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള ആ ചരിത്രം, ഏത് രൂപത്തിലായിരുന്നു അവർ മോചനദ്രവ്യം ഓരോ ആളുകളുടെയും മീതെയും ചുമത്തിയത്. അതുമാത്രമല്ല, യുദ്ധത്തടവുകാരിൽപ്പെട്ട ചില ആളുകൾ അവിടെ ബന്ദികളായിരിക്കെ സാഹസികമായിട്ട് അവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് വരാനിരിക്കുന്നത്. അത് അടുത്ത ഭാഗം, ബദറിൻ്റെ അവസാന ഭാഗത്ത് അത് വിശദമായിട്ട് നമ്മൾ പരാമർശിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അത് അനുയായികളുടെ എല്ലാം ചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാനും നാളെ മരണാനന്തര ജീവിതത്തിൽ അവരോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.